ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദ് തലവൻ ഇന്ത്യ നോട്ടമിട്ട മസൂദ് അസറിന്റെ സഹോദരൻ ഹക്കീം മുഹമ്മദ് താഹിർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മരണകാരണം എന്താ എന്നുള്ളത് ഈ വാർത്താക്കുറിപ്പുകളൊന്നും തന്നെ കാണുന്നില്ല. ജയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചിട്ടുള്ള ഈ അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലാണ് ഇത് വന്നിരിക്കുന്നത്. ടെലിഗ്രാം അക്കൗണ്ടുകളിലാണ് വന്നിരിക്കുന്നത്. ശവസംസ്കാരത്തിന്റെ വീഡിയോ സഹിതമാണ് വന്നിരിക്കുന്നത്. ടൈംസ് നൗ, റിപ്പബ്ലിക് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ഹക്കീം മുഹമ്മദ് താഹിറിന്റെ ഈ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്, വാർത്ത നൽകുന്നുമുണ്ട്. പക്ഷെ മരണകാരണം മാത്രം എന്താണ് എന്ന് വ്യക്തമല്ല. അജ്ഞാത കാരണങ്ങളാൽ മാത്രമാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അബ്ദുൾ റൌഫ് അവസർ എന്ന് പറയുന്ന സഹോദരനെയും 10 കുടുംബാംഗങ്ങളെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ സൈന്യം തന്നെ കൊലപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അവശേഷിക്കുന്ന 4 സഹോദരന്മാരിൽ ഒരാളായ ഹക്കീം മുഹമ്മദ് താഹിർ കൊല്ലപ്പെടുന്നത്. 2001 മുതൽ തീവ്രവാദ പരിശീലന പരിപാടികൾ സജീവമായിരുന്ന ഒരാളാണ് ഈ ഹക്കീം മുഹമ്മദ്. POKയിൽ അനവധി തീവ്രവാദ ക്യാമ്പുകളുടെ തലവനായിരുന്നു ഇദ്ദേഹം. ഏതായാലും കുടുംബത്തെ മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കൊലപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ശേഷിക്കുന്ന 4 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 4 സഹോദരന്മാരിൽ ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി 3 സഹോദരന്മാരാണ്. ഒരുപക്ഷെ മസൂദ് അസറിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകും ഇന്ത്യയിൽ അദ്ദേഹം നടത്തിയ ക്രൂരകൃത്യങ്ങളിലെ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിൽ വിധവകളായവർ, രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, സഹോദരനും സഹോദരിയും നഷ്ടപ്പെട്ടവർ, ഇവരുടെയൊക്കെ വേദന ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇഞ്ചിഞ്ചായി ഇതെല്ലാം കണ്ടു മരിക്കാനാണ് മസൂദ് അസറിന്റെ വിധിയെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.